റഷ്യൻ വ്യോമതാവളങ്ങൾക്ക് നേരെ യുക്രൈൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിന് മറുപടി നൽകുമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പുടിനുമായി നടത്തിയ 1 മണിക്കൂർ നീണ്ട സംഭാഷണത്തിന് ശേഷമാണ് ട്രംപിന്റെ സമൂഹ മാധ്യമ പോസ്റ്റ്. റഷ്യയും യുക്രൈനും ഉടൻ സമാധാന കരാറിലേക്ക് നീങ്ങില്ലെന്നും ട്രംപ് വ്യക്തമാക്കി. ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്ക വിവരങ്ങളുമായി ചേർന്നു. മധു, ഗുഡ് മോർണിംഗ് ആൻഡ് അമേരിക്കയിൽ ഗുഡ് ഈവനിങ്. മധു, യഥാർത്ഥത്തിൽ 2 മണിക്കൂർ കൊണ്ടോ ഞാൻ ഈ യുദ്ധം അവസാനിപ്പിച്ച് കളയും എന്ന് പറഞ്ഞ അദ്ദേഹത്തിന് അമേരിക്കൻ പ്രസിഡന്റ് തിരിച്ചറിവുണ്ടായി എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അമേരിക്കയിൽ നിന്നാണ് സംസാരിക്കുന്നത്, തുഴി സംസാരിക്കുക. ഗുഡ് മോർണിംഗ് SKN. അങ്ങനെ പറഞ്ഞാണ്, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ ഒരു വാഗ്ദാനമാണ്. അധികാരം ഏൽക്കുന്നതിന് മുമ്പ് തന്നെ ഒരുപക്ഷെ ചർച്ചയിൽ കൂടെ ഇതിനൊരു സമാധാനം ഉണ്ടാക്കാൻ പറ്റുമെന്നാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ഫോൺ കോൾ ഡൊണാൾഡ് ട്രംപിന് വളരെ നിരാശ നൽകുന്നതൊക്കെയാണ്. ഇന്ന് റഷ്യൻ പ്രസിഡന്റുമായി ഈ നടന്ന ഫോൺ കോൾ വളരെ നീണ്ടതായിരുന്നു. എന്നിരുന്നാൽ തന്നെ ഈ യുദ്ധം അവസാനിക്കുവാൻ അടുത്തെങ്ങും ഒരു സാധ്യതയില്ലെന്നുള്ള സൂചന നൽകിയാണ് പുടിൻ ഈ ഫോൺ വെച്ചത് തന്നെ. കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കറിയാം, റഷ്യക്കുള്ളിൽ നുഴഞ്ഞു കയറി റഷ്യയുടെ പ്രധാന സൈനിക കേന്ദ്രങ്ങളും പാലങ്ങളും ഒക്കെ യുക്രൈൻ ആക്രമിച്ചതിന്റെ ഒരു ഞെട്ടലിലാണ് റഷ്യയും പുടിനും ഇപ്പോഴും. ഇതിന് കനത്ത തിരിച്ചടി നൽകുമെന്ന് പുടിൻ പറഞ്ഞതായി ഡൊണാൾഡ് ട്രംപ് പറയുകയുണ്ടായി. റഷ്യൻ ഗവൺമെന്റ് ഏജൻസിയും ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സമാധാന ചർച്ചകൾ തകർക്കുവാനുള്ള ശ്രമങ്ങളാണ് യുക്രൈൻ ചെയ്യുന്നതെന്ന് പുടിൻ ട്രംപിനോട് പറഞ്ഞതായിട്ടാണ് അവർ റിപ്പോർട്ട് ചെയ്യുന്നത്. യുക്രൈൻ ഗവൺമെന്റ് ഒരു ഭീകര സംഘടനയായി മാറിക്കഴിഞ്ഞുവെന്നും പുടിൻ പറഞ്ഞു. 75 മിനിറ്റ് നീണ്ട ഫോൺ സംഭാഷണത്തിൽ ഇറാന്റെ ആണവ പദ്ധതിയെ പറ്റിയും ഇരു നേതാക്കളും ദീർഘമായി സംസാരിച്ചു. ഇറാന്റെ പക്കൽ ആണവായുധം ഉണ്ടാകാൻ പാടില്ല എന്ന അമേരിക്കൻ നിലപാട് പുടിനെ അറിയിച്ചെന്നും തത്വത്തിൽ പുടിനും ഇതിനോട് യോജിപ്പാണെന്നാണ് താൻ മനസ്സിലാക്കുന്നതെന്നാണ് ട്രംപ് ഇത് സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നത്. ഈ ആണവ വിഷയത്തിൽ തുടർ ചർച്ചകളിൽ പങ്കെടുക്കുവാൻ തയ്യാറാണെന്നും കാര്യങ്ങൾ വേഗത്തിലാക്കുവാൻ അത് സഹായിക്കുമെന്നും പുടിൻ ട്രംപിനോട് പറയുകയും ചെയ്തിട്ടുണ്ട്. SKN. ഓക്കെ, യുക്രൈൻ റഷ്യ യുദ്ധം ഉടനെ അവസാനിക്കുമെന്ന് കണക്ക് കൂട്ടിയാൽ നമുക്ക് തെറ്റുപറ്റുന്നു. തീർച്ചയായിട്ടും കൂടുതൽ കരുത്തോടെ ആഞ്ഞടിക്കാൻ തന്നെയാണ് റഷ്യയുടെ തീരുമാനമെന്ന് നമുക്ക് മനസ്സിലാകുന്നു. പക്ഷേ യുക്രൈനെ ആയുധം അണിയിക്കാൻ പാശ്ചാത്യ രാജ്യങ്ങൾ തയ്യാറാകുന്നുകൊണ്ടാണ് ഈ റഷ്യക്കുള്ളിൽ കയറി യുക്രൈന് പലയിടവും ബോംബിട്ട് തകർക്കാൻ കഴിയുന്നത് എന്നുകൂടി നമുക്ക് മനസ്സിലാകുന്നു.